എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വാരാഹി അമ്മയുടെ ഒരു പുതിയ മന്ത്രമാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസിൽ ഏത് വീഡിയോ ആണ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ, വീഡിയോസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. അതുപോലെ തന്നെ വാരാഹി അമ്മയുടെ മന്ത്രം ജപിച്ച് ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വാരാഹി അമ്മയുടെ മന്ത്രം എത്ര ശക്തിയാണ് എന്നുള്ള അനുഭവവും കിട്ടിയ കുറേ സബ്സ്ക്രൈബേഴ്സിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ മന്ത്രമാണ്. അപ്പോൾ ഈ മന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധനവരവ്, അതായത് സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം നിങ്ങൾ നിത്യേന ജപിക്കുവാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരുവിധം നമുക്ക് ഈ കടം കയറുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരുപാട് രീതിയിലുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ, ഓരോ ആളുകൾക്കും. അതൊക്കെ മാറിക്കിട്ടുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ഡെയിലി ഒരു 21 തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത്. അതുകൂടാതെ തന്നെ ഈ മന്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. സാമ്പത്തിക ശേഷി മാത്രം വർദ്ധിപ്പിക്കുന്ന ഒരു മന്ത്രം അല്ല. ഇത് നമ്മുടെ തൊഴിൽ ലഭ്യത, അതുപോലെ സന്താന ലഭ്യത, അങ്ങനെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ആ ഒരു എനർജി കൂടെ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മന്ത്രമാണ്. അതായത് കുടുംബൈക്യം, പല രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങളുള്ള അല്ലേ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെട്ട ഒരു മന്ത്രമാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ദിവസവും 21 ദിവസം, അതായത് അടുപ്പിച്ച് 21 ദിവസം ചൊല്ലുക. ഈ ജപിച്ചാലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. വാരാഹി അമ്മയുടെ ശക്തി കിട്ടുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഭഗവതിയാണ് വാരാഹി ദേവി. വാരാഹി ദേവിയുടെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് എല്ലാവർക്കും വിശ്വാസമുള്ളവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അമ്മയുടെ അനുഗ്രഹത്താൽ ഉണ്ടായിട്ടുണ്ട്, ഈ ഞാനടക്കം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലംസൊക്കെ നമുക്ക് കിട്ടുവാൻ അല്ലെങ്കിൽ അത് മറികടക്കുവാനായിട്ട് നമുക്ക് ഈ മന്ത്രം സഹായിക്കുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യേന ജപിക്കുന്ന മന്ത്രത്തിനൊപ്പം, അതായത് നമ്മൾ നിത്യേന സന്ധ്യാനാമം ജപിക്കാറുണ്ട്. അത് ജപിക്കാത്തവരായിട്ട് ആരുമില്ല. അതായത് വളരെ ശുദ്ധിയോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു സമയം നിങ്ങൾ ഉത്തമമാണ് കേട്ടോ. അതായത് സന്ധ്യാസമയത്ത് ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോയ്ക്കുള്ളിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പല സമയങ്ങളായിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മന്ത്രശക്തി ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ നിത്യേന ജപിക്കുന്ന മന്ത്രം, അതായത് സന്ധ്യാനേരത്തിൽ ജപിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതല്ല, വാരാഹി ദേവിയുടെ മന്ത്രം നമുക്ക് ഏത് ടൈമിൽ ചൊല്ലുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ഉത്തമം ആ ഒരു ടൈമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അർദ്ധരാത്രി ആയിരിക്കണം ജപിക്കേണ്ടത്. അപ്പോൾ അർദ്ധരാത്രി ജപിക്കുന്നതായാലും പ്രോബ്ലം ഇല്ല. കാര്യം വാരാഹി ദേവിയുടെ മന്ത്രങ്ങളെല്ലാം അർദ്ധരാത്രിയാണ് കൂടുതലും എല്ലാവരും ജപിക്കാറുള്ളത്. പിന്നെ ഈ സമയക്കുറവ് മൂലം അല്ലെങ്കിൽ ജോലിക്ക് പോയി വരുന്നവർക്കായാലും അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരുപാട് സ്ട്രെസ്സും അല്ലെങ്കിൽ വർക്ക് ലോഡൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സമയക്കുറവ് എന്നുള്ളൊരു സംഭവം അത് ഒരു വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള ഏത് ടൈമാണോ ഉള്ളത് ആ ടൈമിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഈ മന്ത്രം ഏതാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം. അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോസിനകത്തും അതിന് മുന്നത്തെ വീഡിയോസിനകത്തുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും നമ്മളത് നേരിടാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ നേരിടാനുള്ള ശക്തി ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ പറയും, ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ ഓരോ ആളുകൾക്കും പല രീതിയിലുള്ള
സ്ട്രെസ്സും അല്ലെങ്കിൽ പല പല പ്രോബ്ലംസും ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ മാഡത്തിന് പറയാൻ പറ്റുന്നു എന്നുള്ള പക്ഷേ നമ്മൾ അത് തരണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടുള്ളൂ, അല്ലേ? അതല്ലാതെ നമ്മൾ ആ ഒരു പ്രതിസന്ധി നമ്മൾ എന്താ പറയുക, ഈ ഒരു രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരെയും എഫക്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ശക്തി കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാരാഹിയമ്മയുടെ മന്ത്രം, അതിശക്തമായ ഉഗ്രമന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ നിത്യേന ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ ദേവി വഴികാട്ടി തരും. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സ്ട്രെസ് ആയാലും അത് മറികടക്കാനായിട്ട് നിമിഷ നേരം മതി. ഓക്കെ, അപ്പോൾ എല്ലാം പറയുന്നതിനൊപ്പം ഞാൻ പറയുകയാണ്, വാരാഹി അമ്മയുടെ മന്ത്രം അതിശക്തമായ മന്ത്രമാണ്. നിങ്ങൾ നിത്യേന ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. എനിക്കറിയുന്ന പലരും, അതായത് കഴിഞ്ഞതിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കമൻ്റായിരുന്നു, മാഡം പല രീതിയിലുള്ള സ്ട്രെസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ദേവിയോട് പ്രാർത്ഥിക്കണം എന്നുള്ളത്. എല്ലാവർക്കും ഉണ്ട്, പല രീതിയിലായിരിക്കും അല്ലേ സ്ട്രെസ് എന്ന് പറയുന്നത്. എനിക്കുമുണ്ട്. ഞാൻ നല്ല സന്തോഷത്തിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നതെന്നുള്ള നിങ്ങളുടെ വിചാരമുണ്ടല്ലോ. എനിക്ക് സ്ട്രെസ്സുണ്ട്. ഈവൻ ഈ ലോകത്തുള്ള ഏത് എന്താ പറയുക ആളുകൾക്കായാലും സന്തോഷവുമുണ്ട്, അതിനനുസരിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിലൊരു സങ്കടം ഉണ്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അമ്മയെ ആരാധിക്കുക. അതിൽ യാതൊരു മാറ്റമില്ല കേട്ടോ. അതായത് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ കൊണ്ട് നടക്കാതെ ആ വിഷമത്തിലുള്ള പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക, ദേവിയെ ആരാധിക്കുക. ഓക്കെ, സോ ഈ മന്ത്രം ഏതാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം, കൂടെ ചെല്ലാൻ മറക്കരുത് കേട്ടോ. ഓം ക്ലീം വരാഹ മുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തനഭസംകരീ ദാനം വർഷയ സ്വാഗാ. ഓം ക്ലീം വരാഹ മുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തനഭസംകരീ ദാനം വർഷയ സ്വാഗാ. ഓം ക്ലീം വരാഹ മുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തനഭസംകരീ ദാനം വർഷയ സ്വാഗാ. ഓം ക്ലീം വരാഹ മുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തനഭസംകരീ ദാനം വർഷയ സ്വാഗാ. ഓം ക്ലീം വരാഹ മുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തനഭസംകരീ ദാനം വർഷയ സ്വാഗാ. ഓം ക്ലീം വരാഹ മുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തനഭസംകരീ ദാനം വർഷയ സ്വാഗാ. ഓം ക്ലീം വരാഹ മുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തനഭസംകരീ ദാനം വർഷയ സ്വാഗാ. ഓം ക്ലീം വരാഹ മുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തനഭസംകരീ ദാനം വർഷയ സ്വാഗാ. ഓം ക്ലീം വരാഹ മുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തനഭസംകരീ ദാനം വർഷയ സ്വാഗാ. ഓം ക്ലീം വരാഹ മുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തനഭസംകരീ ദാനം വർഷയ സ്വാഗാ. ഓം ക്ലീം വരാഹ
मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वाहा। ॐ क्लीं वराह मुखी ह्रीं सिद्धिस्वरूपिणी
श्रीं तनभसंकरी दानं वर्षय स्वागा। ॐ क्लीं वराहमुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वागा। ॐ क्लीं वराहमुखी ह्रीं सिद्धिस्वरूपिणी श्रीं तनभसंकरी दानं वर्षय स्वागा।